ഹലോ നമസ്കാരം കൂട്ടുകാരെ. മർച്ചന്റ് നേവിയുടെ 625 പോസ്റ്റിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പം അതിന്റെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാണ്. ഞാൻ ഇതിന് 1-2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നത് നമുക്ക് പല കാര്യങ്ങളും 1-2 കാര്യങ്ങളുണ്ട്. 10 ജയിച്ചവർക്ക് ഒരു പ്രത്യേക സ്റ്റഡി ഉണ്ട്, അത് പാസ്സാകണം. അല്ലെങ്കിൽ 12 ജയിച്ചവർക്ക് പ്രത്യേക സ്റ്റഡി ഉണ്ട്, അത് പാസ്സായാലേ മർച്ചന്റ് നേവിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ അതിനൊക്കെ വിപരീതമായിട്ട് ഇപ്പൊ പുതിയൊരു ഓഫർ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ മർച്ചന്റ് നേവിയാണ്. അത് വ്യാപാരം ചെയ്യുന്ന ആ ഒരു നേവിയിൽ തന്നെ വ്യാപാരം ചെയ്യുന്ന ആ ഒരു ഇന്ത്യൻ ഗവൺമെന്റിന്റെ നേവിയുടെ വേക്കൻസിയാണ്. ഇത് മർച്ചന്റ് നേവിയാണെന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് പറയുന്നത് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പാസ്സായവർക്ക് ഇതിനകത്ത് സുഖമായിട്ട് അപേക്ഷിക്കാം. അപ്പം ഇങ്ങനെയുള്ള അതുകൂടാതെ മറ്റുള്ള എക്സ്പീരിയൻസോ പരീക്ഷകളോ ഒന്നും പാസ്സാകാതെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷന്റെ നിങ്ങളുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഈ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് നോക്കാം, ഈ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇത് മർച്ചന്റ് നേവിയുടെ, ഇന്ത്യ ഗവൺമെന്റിന്റെ മർച്ചന്റ് നേവിയുടെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പം വളരെ നമുക്ക് അല്ലെങ്കിൽ മർച്ചന്റ് നേവിയിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് ആകാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഫർദർ സ്റ്റഡിയുടെ ഇപ്പൊ 10 കഴിഞ്ഞ് 12 കഴിഞ്ഞ് ഫർദർ സ്റ്റഡി നമ്മൾ നടത്തേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഇതിനകത്ത് നമുക്ക് അപ്പോയിന്റ്മെന്റ് നിങ്ങൾ ഈ മർച്ചന്റ് നേവിയിൽ അല്ലെങ്കിൽ നേവിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മൊത്തം കാണണം. ഇതിനകത്ത് എങ്ങനെയാണ് ഇതിന്റെ അപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റും, എങ്ങനെയാണ് ഫോം സബ്മിറ്റ് ചെയ്യുന്നത്, പിന്നെ ഇതിന്റെ ഏജ് എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, പ്രത്യേകിച്ച് അതായത് ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് ഓരോ പോസ്റ്റിനും അനുസരിച്ച് അതിന്റെ താഴെ ഇതിപ്പം 10ാം ക്ലാസ്സുകാർക്കാണ്, ഇപ്പം സീമാൻ എന്ന് പറയുന്നത് 12ാം ക്ലാസ്സുകാർക്കാണ്, അങ്ങനെ കുക്ക് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സുകാർക്കാണ്. അപ്പൊ അതിന്റെയൊക്കെ ഓരോ 625 പോസ്റ്റ് ഉണ്ട്, വേക്കൻസി ഉണ്ട്. അപ്പൊ ഓരോ വേക്കൻസിയെ പറ്റിയും പ്രത്യേകം നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും. ഇവിടെ നോക്ക്, ഇവിടെ ഹിന്ദിയിലാണ്, നിങ്ങൾക്ക് അത്ര മനസ്സിലാകത്തില്ല എങ്കിലും ഞാൻ ഇതൊന്ന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങളെ. സീമാൻ റേറ്റിംഗ് ഇതെന്ന് പറയുന്നത് 17 തൊട്ട് 25 വർഷമാണ്. ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴത്തേക്ക് 1, 2, 3, 4, 5, 6, 7 ഇവിടെ വേക്കൻസി ഉണ്ട്. 7 പോസ്റ്റിലേക്കുള്ള വേക്കൻസി ഉണ്ട്. സീമാനുണ്ട്, ഡെക്ക് റേറ്റിംഗ് ഉണ്ട്, ഇഞ്ചൻ റേറ്റിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ എന്റെ വീഡിയോ കാണാത്തവർക്കറിയാം, കാണുമ്പോൾ അറിയാം. അതിനകത്ത് നമ്മൾ പറയുന്നത് ഓരോ പോസ്റ്റായിട്ടല്ല, ഓരോ ഇഞ്ചൻ റേറ്റിംഗ്, സീമാൻ റേറ്റിംഗ്, പിന്നെ ഡെക്ക് റേറ്റിംഗ്, പിന്നെ ഇലക്ട്രീഷ്യൻ ഉണ്ട്, വെൽഡർ ഉണ്ട്, ഗ്യാസ് ബോയി ഉണ്ട്, കുക്കുണ്ട്, അപ്പം ഈ ഹെൽപ്പർ ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ വേക്കൻസികളും ഉണ്ട്. ഇവിടെ നിങ്ങൾ ഈ കർസർ പോകുന്ന ഇവിടെ ശ്രദ്ധിക്കണം. ചിലതിന് 12ാം ക്ലാസ്, ചിലതിന് 10ാം ക്ലാസ്. 12ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പാസ്സായവർക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് അപേക്ഷിക്കാം. അപ്പം ഒരു പ്രത്യേക ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്, നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് പറയുന്നില്ല നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഇതിന് ഇന്ന വിഷയത്തിന് ഇത്ര മാർക്ക് വേണം, അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഇത്ര പെർസെന്റേജ് വേണം, ഇത്ര മാർക്ക് വേണം എന്നുള്ള ഒരു കണ്ടീഷന് ഇവിടില്ല. നിങ്ങൾ 10ാം ക്ലാസ് 12ാം ക്ലാസ് പാസ്സാകണമെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് അപേക്ഷിക്കുന്നതെന്നും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നോക്കാം. അപ്പം ഇതാണ് ഇതിന്റെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ വരെ ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണമെന്നുള്ള അതിന്റെ നമ്പർ വരെ തന്നിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് 18,000 തൊട്ട് 30,000 രൂപ വരെ നിങ്ങൾക്ക് കിട്ടും. 10ാം ക്ലാസ് 12ാം ക്ലാസ് പാസ്സായവർക്ക് നമുക്ക് ഇന്ത്യൻ നേവിയിൽ നിൽക്കും. മർച്ചന്റ് നേവി ആണെന്നേ ഉള്ളൂ ഇന്ത്യയുടെ. അപ്പൊ ആ നേവിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇത്രയും ശമ്പളം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പാസ്സായവർ ഒരിക്കലും നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്, നിങ്ങൾ മിസ്സാക്കല്ലിത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. മർച്ചന്റ് നേവി റിക്രൂട്ട്മെന്റ് 2025 അപ്ലൈ ഓൺലൈൻ ഫോർ 625 വേരിയസ് പോസ്റ്റ് ആണ്. ഇതിനകത്തുള്ള 625 പോസ്റ്റ് ഉണ്ട്. ഇവിടെ
വേക്കൻസി മർച്ചന്റ് നേവി ആണ് 20-25. ഓർഗനൈസേഷൻ മർച്ചന്റ് നേവി. പോസ്റ്റ് നെയിം സീമാൻ റേറ്റിംഗ്, ഡെക്ക് റേറ്റിംഗ്, എഞ്ചിൻ റേറ്റിംഗ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ / ഹെൽപ്പർ, മെസ് ബോയ്, കുക്ക്, ചെഫ്. അപ്പം ഇതൊക്കെ ഏതൊക്കെ ക്ലാസ്സുകളിലാണെന്നുള്ള അല്ലെങ്കിൽ ഏതൊക്കെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനില്ല. ഇപ്പൊ സീമാൻ എന്ന് പറയുന്ന 12ാം ക്ലാസ്സുകാരന, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അത് പറയാം നിങ്ങളോട്. ഏതൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇനി ഞാൻ 12ാം ക്ലാസ്സുകാരനാണ്, ഞാൻ ഏത് പോസ്റ്റിന് അപ്ലൈ ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കുഴപ്പം നിങ്ങൾക്ക് വരല്ലേ. ഞാനപ്പോ അതിലേക്ക് കിടക്കാം. അപ്പൊ ഇവിടെ ക്ലിയർ ആയിട്ട് ഇത് പറയുന്നുണ്ട്. നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സീമാൻ റേറ്റിംഗ് എന്ന് പറയുന്ന 12ാം ക്ലാസ്സുകാർക്കുള്ളതാ. അത് കണക്ക് തന്നെ ഡെക്ക് റേറ്റിംഗ് 12ാം ക്ലാസ്സുകാർക്ക്, എഞ്ചിൻ റേറ്റിംഗ് 10ാം ക്ലാസ്സുകാർക്ക്, ഇവിടെ നോക്ക് 10ാം ക്ലാസ്സുകാർക്ക്. അതുകൂടാതെ ഇലക്ട്രീഷ്യൻ 10th പാസ് പ്ലസ് ITI പാസ്. അതുകൂടാതെ മെസ് ബോയ് 10th പാസ്സാണ്. വെൽഡർ ആൻഡ് ഹെൽപ്പർ, വെൽഡർക്ക് 10th പാസ്സാണ്. ഇനി ഹെൽപ്പർ ആണെങ്കിൽ 10th പാസ്സാകണം അവര്. ഇനി ഏറ്റവും ഒരു കുക്കിന്റെ വേക്കൻസി ഉണ്ട്. അതിന് അവസാനം കുക്കിന്റെ പോസ്റ്റ് ഉണ്ട്. അതിനും 10 പാസ്സായവരെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും വേക്കൻസി, ഒരുപാട് വേക്കൻസി ഉണ്ട്. കുറഞ്ഞ നമുക്ക് അധികം ഈ പഠിക്കുക അല്ലെങ്കിൽ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പാസ്സായവർക്കുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കണം. ഞാൻ താഴെ പറയുന്നുണ്ട് എങ്ങനെ അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ താഴെ പറയുന്നത്. ഈ ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത് 625 പോസ്റ്റ് ആണ്. അപ്ലൈ മോഡ് ഓൺലൈൻ ആണ്. അപ്പം അപ്ലൈ മോഡ് ഓൺലൈൻ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള മൊബൈൽ നമ്പരും ഇമെയിൽ ID നിങ്ങളുടെ കയ്യിൽ വേണം. ഇതിനകത്ത് CV അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഉള്ള കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്. ആ ഓരോ കോളവും നമ്മൾ പേരെന്താണെന്നും നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഓൺലൈനിൽ ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. ഇവിടെ CV അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആധാർ കാർഡിന്റെ നമ്പർ അവിടെ ആധാർ കാർഡ് ഇല്ലാത്തവരാരും കാണത്തില്ല. അപ്പം ആധാർ കാർഡിന്റെ നമ്പർ അവിടെ കൊടുക്കേണ്ട കാര്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ഇനി ആർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ആൾ ഇന്ത്യയിലുള്ള മെയിലിന് മാത്രമേ, ഞാൻ ഇവിടെ തെറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് നേരത്തെ ഇതിന്റെ കോപ്പി ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ഇത് മെയിലിന് മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫീമെയിലിന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞോട്ടെ. ഇതിന്റെ ഒരു സാലറി, ഒരു കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്ക് നേവി റിക്രൂട്ട്മെന്റ് 20-25 സാലറി എന്ന് പറഞ്ഞാൽ 18,000 തൊട്ട് 25,000 രൂപ വരെ ഇതിന്റെ സാലറി ഉണ്ട്. 18,000 രൂപ നല്ലൊരു സാലറിയാണ് ഇന്ത്യ ഗവൺമെന്റ് തരുന്നത്. അതുകൂടാതെ ഇതിന്റെ എന്താണ് നിങ്ങളുടെ മിനിമം ഏജ് 17 വയസ്സ് തൊട്ടുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ 25 വയസ്സ് കഴിയാൻ പാടില്ല. 17 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. സെലക്ഷൻ മോഡ് PMD, ഫിസിക്കൽ മെഷർമെന്റ് നോക്കാം. നിങ്ങളുടെ ഫിസിക്കൽ മെഷർമെന്റിൽ നിങ്ങളുടെ ചെസ്റ്റിന്റെ എന്തുമാത്രം ഇതാണ് അല്ലെങ്കിൽ അത് വികസിക്കുമ്പോൾ എന്താണ്, അതാണ് ഇത് PMD. പിന്നെ PST ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. PMD ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, റിട്ടേൺ എക്സാം ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. നിങ്ങൾ PMDയിൽ നിങ്ങൾക്ക് അവർ ഉദ്ദേശിക്കുന്നത്ര നിങ്ങൾക്ക് PMDയിൽ നിങ്ങൾ പാസ്സായ PSTയിലേക്ക് വിടും. PST പാസ്സായി കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ എക്സാം ഉണ്ട്. റിട്ടേൺ എക്സാം കഴിഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അപ്പോയിന്റ്മെന്റും ഉണ്ട്. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആരും ഇത് വിട്ടുകളയല്. നമുക്ക് എപ്പോഴും ഇന്ത്യ ഗവൺമെന്റിന്റെ നേവിയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ ഫർദർ സ്റ്റഡി ചെയ്യാതെയുള്ള ഒരു അപ്പോയിന്റ്മെന്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതിലൂടെയാണ്. ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും വരത്തില്ല. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഇനി ഇതിനകത്ത് അപ്ലിക്കേഷൻ ഫീസ് ഇതിനകത്തുള്ള നില്ലാണ്. ജനറൽ OBC ആർക്കും പൈസയൊന്നും കൊടുക്കേണ്ട. അത് കണക്ക് തന്നെ SC ST PWD ഇതിനകത്ത് നില്ലാണ്. ആർക്കും ഒരു പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക. നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കരുതണം, എന്നെ വിളിക്കും, തീർച്ചയായിട്ടും എന്നെ വിളിക്കും. അല്ലെങ്കിൽ ഞാൻ അത് കണക്കുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അവര് ചോദിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ, അതായത്
ഹിന്ദിയിൽ ഒരു വേർഡുണ്ട് സൾട്ടായിക്കുക എന്ന്. അങ്ങനെ സൾട്ടായിക്കല്ല, അതായത് വിട്ട് കളയാതെ അല്ലെങ്കിൽ നമ്മൾ അത് അതിനെ ഒരു നെഗ്ലിജേറ്റഡ് ആയിട്ട് എടുക്കാതെ ക്ലിയർ ആയിട്ട് ചെയ്തു വിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കും. 625 വേക്കൻസി ഉണ്ട്. അധികം ആരുടെയും ശ്രദ്ധയിൽ ഇത് പോയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന ഈ ഒരു വീഡിയോ ഞാനാണെന്ന് തോന്നുന്നു ആദ്യം ഇടുന്നത്. എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഇട്ട് കാണും, ആരെങ്കിലും ഒക്കെ ഇട്ട് കാണും. ഇനി എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടത്? പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ സ്കാൻ ചെയ്യണം, നിങ്ങൾ ആധാർ കാർഡ് വേണം, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് 10ന്റെ ജയിച്ചവരാണെങ്കിൽ 10ന്റെ വേണം, അല്ലെങ്കിൽ 10ന്റെ ജയിച്ചിട്ട് നിങ്ങൾ 10ന്റെയാണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ 10ന്റെ ക്വാളിഫിക്കേഷനുള്ള അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 12ന്റെ വേണം. ഇനി 12ന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ 10ന്റെയും 12ന്റെയും സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് വെക്കണം. കാര്യം രണ്ടും അവിടെ അപ്ലോഡ് ചെയ്യണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. ഏജ് പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങളുടെ SSLCയുടെ 10ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ഇതിനകത്ത് പറയുന്നത് ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. അത് നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ഇത് യൂട്യൂബിൽ പോയി എങ്ങനെ അതല്ലെങ്കിൽ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് നോക്കി അവിടെ പറയും. ഇല്ല, നിങ്ങൾ ഇവിടെ ഈ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങൾ കമന്റിൽ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പം ഞാൻ അടുത്ത വീഡിയോ അപ്പൊ ഞാൻ എങ്ങനെ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എവിടുന്ന് കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ ആ ഒരു വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. പക്ഷെ ഒരു ക്വാണ്ടിറ്റി ഓഫ് കാൻഡിഡേറ്റ് ഒരു നല്ല ക്വാണ്ടിറ്റിയിൽ കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്താലേ അല്ലെങ്കിൽ അതങ്ങനെ കമന്റ് ഇട്ടാലേ എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 1-2 പേർക്ക് വേണ്ടിയിട്ട് കമന്റ് ഇടുമ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത് എനിക്ക് അത്രയും സമയവും മറ്റുള്ള കാര്യങ്ങൾ നഷ്ടമാകും. അല്ലെങ്കിൽ ഞാൻ പ്രയത്നിക്കുന്ന 2-3 പേർക്ക് വേണ്ടിയിട്ടാകുമ്പോഴത്തേക്ക് അതിൽ അത്ര കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നല്ലൊരു ക്വാണ്ടിറ്റിയിൽ കമന്റ് വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ില്ലെങ്കിൽ നിങ്ങൾ പറയണം എവിടുന്നൊക്കെ എന്താണ് ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് അത് എങ്ങനെ കിട്ടും അല്ലെങ്കിൽ എന്നുള്ളതിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ 10ാം തീയതി ജനുവരി 10 തൊട്ട് ഇത് തുടങ്ങി ഇപ്പൊ അപ്ലൈ നടക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ 10 ഫെബ്രുവരി വരെ ഇതിന്റെ സമയമുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. നീണ്ട ഒരു കാലാവധിയുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യുന്നതിന് ഇച്ചിരി സമയമെടുക്കും. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയൊക്കെ തയ്യാറാക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനി ഞാനിവിടെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലിങ്കാണ്, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെയാണ് ഞാൻ ഒരെണ്ണം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആപ്ലിക്കേഷൻ ലിങ്കാണിത്, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ മർച്ചന്റ് നേവിയുടെ ആ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും. നിങ്ങൾ മൊബൈൽ നമ്പർ ഇട്ട് എൻട്രി ചെയ്താലുടൻ പിന്നെ വരുന്നത് ആ ഫോമാണ്, ഫില്ല് ചെയ്യേണ്ട ഫോമാണ്, ആപ്ലിക്കേഷൻ ഫോമാണ്. അത് ഫില്ല് ചെയ്ത് ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന വളരെ നിസ്സാരമായിട്ട് വളരെ ലഘുവായിട്ട കാര്യമാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി താഴെ ഞാൻ കൊടുത്തിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ ലിങ്കായി. ഇനി നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കണം അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ നോക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഇന്ത്യൻ മർച്ചന്റ് നേവിയുടെ നോട്ടിഫിക്കേഷൻ ലിങ്കിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യാം. അല്ലെങ്കിൽ അത് ഹിന്ദിയിലാണ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എല്ലാ കമന്റും ഈവൻ ഒരു അക്ഷരമെങ്കിലും എഴുതിയിരുന്ന കമന്റ് ഞാൻ നോക്കും. അതിന് ഞാൻ ആൻസർ കൊടുത്തിരിക്കും. തീർച്ചയായിട്ടും ഞാൻ കമന്റ് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡൊമിസിൽ സർട്ടിഫിക്കറ്റിനെ പറ്റി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് എന്നോ എന്താണെന്നോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് 2 ഇടുകയോ ചെയ്താൽ മതി. അപ്പൊ എനിക്ക് മനസ്സിലാവും. അത് ഞാനപ്പോ അതിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇതിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ എന്റെ ചാനൽ
സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണമെന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള ഇത് വേക്കൻസികൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണം. അപ്പം നമുക്കിനി എങ്ങനെ ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നെന്ന് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഞാൻ ഇച്ചിരി നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇച്ചിരി വലുതാക്കി കാണിക്കാം. ആപ്ലിക്കേഷൻ ഫോം ഫോർ മർച്ചന്റ് നേവി എന്ന് എഴുതിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോർ യുവർ ആപ്ലിക്കേഷൻ നമ്പർ, പേ ആപ്ലിക്കേഷൻ ഫീ. അതായത് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം, ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് കിട്ടും, പേ ആപ്ലിക്കേഷൻ ഫീ നിങ്ങൾ ചെയ്യണം. ഫീസ് എത്രയാണെന്ന് ഇവിടെ പറയുന്നില്ല, ഫീസ് കൊടുക്കണ്ട. ചെക്ക്, അഡ്മിറ്റ് കാർഡ്, എന്നിട്ട് അഡ്മിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ നമ്പർ, എന്റെ മൊബൈൽ നമ്പർ ഇട്ട് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഈ ഒരു ഇതിലേക്കാണ് വരുന്നത്, ആപ്ലിക്കേഷൻ ഫോം ഫോർ മർച്ചന്റ് നേവി. അപ്പം ഇവിടെ കാൻഡിഡേറ്റിനെയും ഫാദറിനെയും സെലക്ട്, ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. സീമാൻ, ഡെക്കറേറ്റിംഗ്, എഞ്ചിൻ, കുക്കിംഗ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അത് കണക്കിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇനി ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ മെയിലാണോ, ഫീമെയിലിന് അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ ഒന്നുകൂടി പറയുകയാണ്, ഫീമെയിലിനെ അപേക്ഷിക്കാൻ പറ്റത്തില്ല, മെയിലിനെ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് നിങ്ങൾ ഇത് നോക്കിയിട്ട് പോസ്റ്റ് ഓഫീസ് ഏതാണെന്നോ, ഹൗസ് നമ്പർ എത്രയാണെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കല്ല്. എന്ത് സഹിച്ചെന്ന് പറഞ്ഞാൽ സമയവും ഉണ്ട്. ഇത്രയും സമയവും ഇത്രയും ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ തന്നിട്ടും, അല്ലെങ്കിൽ ഇത്രയും 10ലും 12ഉം പഠിച്ചവർക്ക് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങൾ 10 ജയിച്ചവരും 12 ജയിച്ചവരും ജോലി ആയിട്ടില്ലെങ്കിൽ ഇത് മിസ്സാക്കല്ല. ഇത് മിസ്സാക്കിയാൽ നിങ്ങളുടെ ജീവിതം മിസ്സാക്കിയ പോലുള്ളതാണ് കാര്യം. ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി. പിന്നെ നിങ്ങൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് വിളിക്കുകയോ അത് കിട്ടുമോ എന്നുള്ളത് അതെല്ലാം നമ്മുടെ ലക്കിന്റെ പുറത്താണ്. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത് ലോസ് ആക്കല്ലേ. അപ്പം താങ്ക് യു. എന്റെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.